എന്ത് കഥ സുഖാണോ? അപ്പൊ കാസർഗോഡ് ഖത്തർ ഈ മൂവിന്റെ ചർച്ച ഇരുന്നട്ടെ ഇവനെ കൊണ്ടിതാ തോറ്റു. ഷാഹിദിന്റെ ഏതൊരു പ്രൊജക്റ്റിലും ഏറെക്കുറെ പ്രൊജക്റ്റിലും ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട്. റാഫിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഡോക്ടർ അമാനുള്ള വടക്കാൻകരയുടെ വിജയമന്ത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിലെ വോയിസ് ഓവർ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് റാഫിയുടെ ശബ്ദമാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, താമസിയാതെ തന്നെ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ സംവിധാനം ഷാഹിദ് പുത്തനത്താണ് എന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. വേഗം ഒന്ന് പാഴ്സൽ ചെയ്ത് അയച്ചുകൂടെ? കഥ എന്ത് ചെല്ലിട്ട് ജലീൽ കഥ ചെല്ലിട്ട് ഓളിവിടെ വന്നിട്ട് ഓള് പറയുന്നത് മാത്രം കേൾക്കാണ്ടായി. ജലീൽ ചാൻ നമുക്ക് കാസർഗോഡ് ഖത്തറിൽ ഓഫീസിൽ വെച്ചിട്ട് പരിചയപ്പെടുന്നത്. യൂസഫ് അലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂട്ടുന്നത് അത് ചെല്ല എന്തിലേക്കും ഒരിക്കലും എത്തിപ്പെടൂലെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളെ ഒരു ഓപ്പർച്യൂണിറ്റി. അതെ അതെ ശരിയാണ്. അങ്ങനെ ഒരു ഞാൻ തന്നെ വിചാരിച്ചില്ല എനിക്ക് സ്വന്തം മോനുണ്ടല്ല എഡിറ്റ് ക്യാമറ എല്ലാം പഠിച്ചിട്ടാക്കിട്ട് പേരെന്ന് രാവും പകല് കലമ്പന്നെയാണ്. എന്റെ മുകളിൽ കാണിക്കുക എന്റെ ഒന്നും എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഷാഹിദിന്റെ എടുക്കെത്തിയാൽ ഷാഹിദ് എന്താക്കി ഓവർ ചെയ്യേണ്ട ആശയം കൊതിയെല്ലാം തീർത്തും. ഇവിടെ വന്നപ്പം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും ആ മേഖലയിലേക്ക് ഇപ്പൊ ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എത്താൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ മകളെ അതിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. അവൾ ഇന്നിപ്പോ ഒരു 5-8 ആൽബങ്ങളിൽ അവൾ പാടി. കാസർഗോഡ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഹായ്, എന്ത് കഥ സുഖാണോ? അയ്യോ സോറി നമസ്കാരം എല്ലാവർക്കും. അയ്യോ കൺഫ്യൂസ് ആയിട്ടുണ്ട്. അപ്പൊ കാസർഗോഡ് ഖത്തർ ഈ മൂവിന്റെ ചർച്ച ഇരുന്നട്ടെ ഇവനെ കൊണ്ടിതാ തോറ്റു. കാസർഗോഡ് ഖത്തറില്ലേ ഈ മൂവിയില് ഇവന് കോമഡി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവന്റെ ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈസ് നോട്ട് ഔട്ട് ഓഫ് ഹിസ് ക്യാരക്ടർ ടിൽ നൗ. സോ ഐ എം ഹിയർ. ക്യാരക്ടേഴ്സ് ഇല്ലേ അവരെല്ലാവരുടെ കൂടെ ഞാനൊരു ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അതിന് കൂടെ തന്നെ വി ഹാവ് ഫ്യൂ പീപ്പിൾ ക്യാമറ ഫേസ് ചെയ്യാണ്ട് ദേ ആർ സം സപ്പോർട്ട് ക്യാരക്ടേഴ്സ് ബിഹൈൻഡ് ക്യാമറ. ലെറ്റ്സ് ഗോ മീറ്റ് വരും. ഹലോ ചങ്ങായിമാരെ, എന്ത് കഥ? കാസർഗോഡ് ഖത്തർ അഗൈൻ ഐ എം ബാക്ക് ഹിയർ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ തന്നെ ബാക്ക് ക്യാമറ വി ഹാവ് സം സപ്പോർട്ടേഴ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാം. റാഫി പാറക്കാട്ടിൽ. റാഫി പാറക്കാട്ടിൽ അതാണ് യോറിന് കൂട്ടുകൊട്ട മനുഷ്യൻ ഈ കാസർഗോഡ് ഖത്തറിന് അല്ലേ? അതായത് കഥ. ഓക്കെ, സോ റാഫിക്ക ഈ മൂവിയില് വോയിസ് ഡബിങ് ചെയ്തിട്ടുണ്ട്. ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടേ ഇല്ല. Can I just ask you your experience? Sure. ഷാഹിദിന്റെ ഏതൊരു പ്രൊജക്റ്റിലും ഏറെക്കുറെ പ്രൊജക്റ്റിലും ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഏകദേശം സിനിമയൊക്കെ പകുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എൻ്റെ അടുത്ത് വരുന്നത്. എനിക്കൊരു ഒരു തീം തരും, അത് ഡബ് ചെയ്ത് കൊടുക്കാൻ പറയും. ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഷാഹിദിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഏറെക്കുറെ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഹോം സിനിമ, അതുപോലെ തന്നെ ചില ഷോർട്ട് മൂവീസ്, ഇതിനൊക്കെ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട്. റാഫിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഡോക്ടർ അമാനുള്ള വടക്കാൻകരയുടെ വിജയമന്ത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിലെ വോയിസ് ഓവർ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് റാഫിയുടെ ശബ്ദമാണ്. അത് ഇപ്പോഴാണ് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ തിരിച്ചറിയുന്നത് ആ റാഫി പാറക്കാട്ടിൽ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണെന്നുള്ളത്. അതെ, അത് മാത്രമല്ല ഇദ്ദേഹം നല്ലൊരു സിംഗറും കൂടിയാണ്. ആക്ച്വലി നിങ്ങളെ വോയിസിനെ കേട്ടപ്പം ഐ റിയലി ഫെൽറ്റ് ഒരു പൊളിറ്റീഷ്യന്റെ വോയിസ്, ഒരു സ്ട്രോങ് വോയിസ് പോലത്തെ. അതാണ് ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. നിങ്ങളെ വോയിസ് എക്സാക്ട്ലി ലൈക്ക് ഒരു പൊളിറ്റീഷ്യൻ, ആ സ്ട്രോങ് വോയിസ് ഉണ്ടാവില്ല. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് വെൻ ഐ ഹിയർഡ് യുവർ വോയിസ്. അത് ദൈവം തന്ന വരദാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ശരിക്കും എൻ്റെ ഈ ഒരു ശബ്ദം ഞാൻ അറിഞ്ഞത് തന്നെ ഈ അടുത്ത കാലത്താണ്. കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് ഞാനത് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കാരണം ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി അതിനകത്തൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വോയിസ് നിങ്ങൾ RJ ആണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്താണ് ശരിക്കും ഈ ഖത്തറിൽ, ഞാൻ 13 വർഷമായി ഖത്തറിൽ, ഞാൻ ഇതുപോലെ കലാവേദികളിലൊന്നും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ്, ഒരു 2 വർഷത്തിനുള്ളിലാണ് നമ്മുടെ റൌഫ് മലയിൽ അതുപോലെ കുറേ പേരെ നമ്മൾ പരിചയപ്പെടുകയും അവർ ആദ്യമായിട്ട് ഞാൻ വന്നത് മുംതാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആളുണ്ട്, ഒരുപാട് ഓർഗനൈസറാണ്. ആളുടെ ഒരു പരിപാടിയിലാണ് മേഘമൽഹാറിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട്, അന്ന് റിനി അതിൽ ആങ്കറായിരുന്നു ആ പ്രോഗ്രാമിൽ. എൻ്റെ ആദ്യത്തെ പ്രോഗ്രാമിൽ റിനി ആങ്കറായിരുന്നു. അതിലൂടെയാണ് ഞാൻ പിന്നീട് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. അതിൽ എനിക്ക് ഒരാളെ കൂടി എടുത്തു പറയേണ്ടതുണ്ട്.
റൌഫ് ഭായ് പറഞ്ഞല്ലോ, വിജയമന്ത്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അതിലേക്ക് എന്നെ എത്തിച്ച ഒരാളുടെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഖത്തറിലെ മാപ്പിള കലാ അക്കാദമിയുടെ ചെയർമാൻ മുഹസിൻ തലക്കുളം, അദ്ദേഹമാണ്. ഞാൻ ഈ മേഘമൽഹാറിൻ്റെ 2ാമത്തെ പ്രോഗ്രാം ആങ്കറിങ് ചെയ്തത് ഞാനായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹമാണ്, മുഹസിൻ തലക്കുളം, അദ്ദേഹമാണ് ഡോക്ടർ അമാനുള്ള സാറിനെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷം ഈ വിജയമന്ത്രങ്ങൾ എല്ലാ ആഴ്ചയിൽ റേഡിയോയിൽ എല്ലാ ദിവസവും ഉണ്ട്, പക്ഷേ ആഴ്ചയിൽ 3 ദിവസം പുതിയ എപ്പിസോഡിൻ്റെ പോഡ്കാസ്റ്റിംഗ് ഉണ്ട് ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര സാറിൻ്റെ. അപ്പോൾ അതിലൂടെയാണ് എൻ്റെ ശബ്ദം ഖത്തറിലെന്നല്ല, അത് കൂടുതൽ മലയാളികളിലേക്ക് എത്തിത്തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചെയ്ത എപ്പിസോഡുകൾ ഒരുപാട്, അതെല്ലാം എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വോയിസിലൂടെ വന്നതിന് ശേഷമാണ് പിന്നെ അത് പുസ്തകമാവുന്നത്. ഇപ്പോൾ ഏകദേശം 500ാമത്തെ അദ്ദേഹത്തിൻ്റെ 500ാമത്തെ എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ റഫീഖാന്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. ചില സമയത്ത് യു ആർ ബ്ലെസ്ഡ് വിത്ത് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമുക്ക് ചില സമയത്ത് നമ്മൾ റെക്കഗ്നൈസ് ആവും, എന്താണ് എൻ്റെ ഉള്ളിലുള്ള ഒരു ഗിഫ്റ്റാണ്, എന്താണ് എൻ്റെ ഉള്ളിലുള്ള ടാലൻ്റ് ആണ്. ചില സമയത്ത് നമുക്കത് ലേറ്റായിട്ടാണ് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ റഫീഖാക്ക് അവരുടെ ടാലൻറ്റ് ലേറ്റായിട്ട് മനസ്സിലായി, പക്ഷേ അത് വിജയമായിട്ട് മാറുന്നത് ഒത്തിരി നല്ല സന്തോഷമുണ്ട്. വിഷിംഗ് ഹിം ഓൾ ദി വെരി ബെസ്റ്റ്. മേ മോർ ആൻഡ് മോർ മൂവീസ് ദാറ്റ് യു ഡു, more and more voice dubbing that you do, and God bless you with good voice every day. ഷാഹിദ് എപ്പോൾ വിളിച്ചാലും ഞാൻ ചെയ്തു കൊടുക്കും, വോയിസ് ചെയ്തു കൊടുക്കും. ഞാൻ അതൊരു റെസ്പെക്ട് ആണ് ഫ്രം വൺ ടാലന്റഡ് പേഴ്സൺ ടു അനദർ. ഷാഹിദിനെ ഞാൻ കാണുന്നത്, ഷാഹിദിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് കാരണം ഒരുപാട് പ്രൊജക്റ്റുകൾ ഷാഹിദ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് മൂവി ആണെങ്കിലും ഹോം സിനിമ ആണെങ്കിലും ചെയ്തിട്ടുണ്ട്. അതിൽ ചിലപ്പോ ഒരുപാട് നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം തളർന്നിട്ടില്ല. അതെല്ലാം ആ അനുഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ അനുഭവങ്ങളാക്കി, അതൊക്കെ പാഠങ്ങളാക്കി, അതിൽ നിന്ന് പഠിച്ചുകൊണ്ട് പുതിയ മാറ്റങ്ങളിലൂടെ പുതിയ പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, താമസിയാതെ തന്നെ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ സംവിധാനം ഷാഹിദ് പുത്തനത്താണ് എന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും, തീർച്ചയായിട്ടും എത്തും. ട്രൂ, ദാറ്റ് ഈസ് ദേ. കാരണം നമ്മള് ഈ ക്യാരക്ടർ ഓർ വാട്ട് വി സേ, നമ്മൾ ഈ ജോലി ഇവന്റ്സിലാണ് ഉള്ളത്. സോ സം പീപ്പിൾ വിൽ നോട്ട് ബി തിങ്കിങ് അബൌട്ട് പോസിറ്റീവ്സ് അറ്റ് ഓൾ. ഓക്കെ, ഡ്രീമാണ്. അതെ, അതായത് ഒരു ഡയറക്ടർ ആവുക, ബിഗ് സ്ക്രീനിൽ എത്തിച്ചേരുക എന്നുള്ളത്. നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിക്കഴിഞ്ഞാൽ ഷാഹിദ് എന്ന് പറയുന്ന ഈ നമ്മുടെ ഡയറക്ടർ നാളെ റാഫി പറഞ്ഞതുപോലെ ബിഗ് സ്ക്രീനിൽ നമുക്ക് നാട്ടിൽ കാണാം. അപ്പൊ ഷാഹിദ് സർ ബിഗ് സ്ക്രീനിലൊക്കെ വരട്ടെ, നമ്മളൊക്കെ മറക്കല്ലേ കേട്ടാ. സോ ഞാൻ പറയാൻ വന്നത്, നെഗറ്റീവ് കമന്റ്സ് ആയാലും ശരി, പോസിറ്റീവ് കമന്റ്സ് ആയാലും ശരി, നിങ്ങളെ വഴി കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ട് നിൽക്കുക, വെള്ളത്തിനെ പോലെ. യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ്. ഇവന് വേഗം ഒന്ന് പാഴ്സൽ ചെയ്ത് അയച്ചുകൂടെ. ഇപ്പൊ ഷാഹിദ് ഇതിന് മുമ്പ് ചെയ്ത പ്രൊജക്ട് അറേബ്യൻ ഊട്ടുപുര. അതെ, അത് 1 മാസത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. 1-2 സീനിലെ ഈ ആള് വന്നിട്ടുണ്ട്. പക്ഷെ ആ സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഇവന്റെ കോമഡി പീസാണ്. പടത്തില് കാസർഗോഡ് ഖത്തറില് മുഴുനീള ഹീറോയാണ് ഇനി ആ ഒരൊറ്റ സീനോട് കൂടിയിട്ട്. അതായത് അറേബ്യൻ ഊട്ടുപുരയിൽ ആ 2 സീനോട് കൂടിയിട്ട് ഇന്ന് കാസർഗോഡ് ഖത്തറിലെ ഹീറോ ആയെങ്കിൽ നാളെ ഖത്തർ അറിയാൻ പെടാൻ പോകുന്ന ഒരു ഹീറോയാണ്. ഹീറോ ആവും, പക്ഷെ കോമഡി ആയിട്ട് ഞാൻ ഈ കോംബോ സീൻ എടുക്കുന്നത് ജലീച്ചാൻ ഓഫീസിൽ. സിറ്റുവേഷൻ ബേസ്ഡ് കോമഡി എന്ന് പറയില്ലേ, അതാണ് പുള്ളിക്കാരന്റെ പ്രത്യേകത. വേറൊരു കഥയുണ്ട്, മൂപ്പർ ഞാൻ ചെറിയ അഭിനയിച്ചു കോമഡി പറയും. മൂപ്പർ ഞാൻ അഭിനയിച്ചു. ആ കഥയൊന്നും ചെല്ലിട്ടല്ല, മൂപ്പർ MLA ആയിട്ട് അസിസ്റ്റന്റ് എല്ലാം ഉണ്ടായിരുന്നു. വേറെ കഥ അതൊന്നും പറഞ്ഞാൽ തീരൂല നിങ്ങക്ക്. ഇപ്പൊ ഇവിടുത്തെ കഥ പറയാം നമുക്ക്. ജലീൽ ചാനപ്പർ അഭിനയിക്കാൻ പോയ കഥ, ഓഫീസിന് മീത്ത് പോയാൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ സീനെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കാണുമ്പോ നിങ്ങൾക്ക് തീരുവല്ലേ റോപ്പിച്ച. ജലീൽ ചാവ് ഞാൻ തമ്മിൽ കോംബോ ഒരു കളി വരാനുണ്ട്. അതിൽ വേറെ തന്നെ മജ തന്നെയാണ്. കഥ എന്താ കഴിഞ്ഞാല് നമ്മയിലെങ്ങനെ എത്തിയില്ല കഥ. നീ അറിയാം, നീ ചോദിക്കാത്തോടെ ഞാൻ തന്നെ ചോദിച്ചിട്ട് ഞാൻ തന്നെ ഇത് സംഭവം. കാസർഗോഡ് ഖത്തറിന്റെ സംവിധായകന് ഷാഹിദ് പുത്തനത്താണിന്റെ ഇങ്ങനത്തെ ഓർമ്മോസ്റ്റ് നിങ്ങൾ കപ്പൽ ഓടിക്കുന്ന എന്ത് കഥ ഇത് ചെല്ലട്ട് എന്നോട് പറയണ്ടെന്ന് വിചാരിച്ചാല് കാസർഗോഡ് ഖത്തർ ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ഫ്രം കാസർഗോഡ്. എന്റെ ഫ്രണ്ട് ഞാൻ പറയുന്നത് കേക്ക് മോളെ എന്റെ ഫ്രണ്ട് he's done a very good role in the movie. Yes,
പ്ലീസ് ഗോ ഓൺ പറയൂ. കാസർഗോട്ട് ഖത്തർ വരുന്നതിന് മുമ്പിലെ റോപ്പിച്ചാണ് ചോദിക്കുക. നമുക്ക് അറേബ്യൻ ഒട്ടുപുരയിൽ അഭിനയിച്ചിട്ട് അതിലുള്ള ഒരു ക്യാരക്ടർ ഇവർപ്പനാണ് മെയിൻ ആയിട്ട് അഭിനയിക്കുന്നത്. അതിന്റെ സ്പ്രെഡ് ആയിട്ടാണ് ഇത് ത്രെഡ് വന്നിട്ട് ഈ കഥയിലേക്ക് എന്റെയിലേക്ക് വരുന്നത്. കാസർഗോട്ട് ഖത്തർ സൈഡ് ക്യാരക്ടർ ആയിട്ട് ഇപ്പൊ മെയിൻ ക്യാരക്ടർ ആയി ഇതിലേക്ക് വന്ന് ആദ്യം ഒരു അരമണിക്കൂറിലേക്ക് സംഭവം നമ്മൾ തീരുമാനിച്ചിന്. അരമണിക്കൂർ അത് പിന്നെ ബേസ് ചെയ്ത് ഉണ്ടാക്കി. ഖത്തറിലും ഷൂട്ടാക്കി, നാട്ടിലും ഷൂട്ടാക്കി. കുറെ ആൾക്കാരെ അപ്പൊ കാസർഗോഡ് പോയിട്ടില്ല ഷൂട്ടാക്കാനായിട്ട്? ഏത് നാട്ടില് പല സ്ഥലത്തായിട്ട് ഷൂട്ട് ചെയ്തിന്. ഇതിന്റെ ഒരു ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞപ്പോ തന്നെ 2-3 മൂവിയിലൊക്കെ അവർക്ക് ചാൻസ് കിട്ടിയാ അവർക്ക് എന്താ കണ്ണില്ലേ കാണാനായിട്ട്? ഇന്നെ സഹിക്കുന്നില്ലേ? ഈ പടം ഇറങ്ങി കഴിഞ്ഞാല് ചിലപ്പോ ഷാഹിദ് ബിഗ് സ്ക്രീനിൽ എത്തുന്നതിന് മുമ്പ് സാറേ ഒന്ന് നോക്കണേ. ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ചെറിയ ശരീരം വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന് മുമ്പത്തെ 1-2 മൂവി, ഷോർട്ട് മൂവിയോ ഫിലിമൊക്കെ കണ്ടപ്പോ, ഹോം സിനിമ കണ്ടപ്പോ ഇത്രയും ഈ ചെറിയൊരു മനുഷ്യനുണ്ടല്ലോ ഇത്രയും നന്നായിട്ട് കോമഡി കഥാപാത്രം ചെയ്യുന്നത് കാണുമ്പോ സത്യത്തിൽ ശരിക്കും സിനിമയിലേക്ക് എത്തിപ്പെടേണ്ട ആള് തന്നെയാണ്. നമ്മളെ MIT മുസൈല് സുരഭി എങ്ങനെയാണോ വന്നത് ഈ കാസർഗോഡ് ഭാഷ ഉപയോഗിച്ചോണ്ട് മിക്കവാറും ഇവനായിട്ടല്ലേ അടുത്ത സുരഭിയായിട്ട് മാറാം. ജോക്സ് അപ്പാർട്ട്, ബട്ട് വിഷിംഗ് ഹിം ഓൾ ദി വെരി ബെസ്റ്റ്. നിന്റെ സ്വപ്നങ്ങളെല്ലാം നന്നായി പറ്റും. അപ്പോൾ ഈ ടാലന്റ് നിന്റെ അടുത്ത് ഉള്ളത് പിന്നെ കോമഡി ക്യാരക്ടർ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിനക്ക് അറിയാമായിരുന്നു ദാറ്റ് യു വിൽ ബി ക്യാമറന്റെ മുമ്പിൽ ഞാൻ വന്നിട്ടില്ല. കഥ എന്ത് ചൊല്ലി കഴിഞ്ഞാൽ ഷാഹിദിന്റെ അടുക്ക ഞാൻ ഈ പോകുന്ന വിചാരിച്ചാൽ ഓനെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷൂട്ടിങ്ങിന്റെ അടുക്ക ഭാഗം ചെല്ലി ഒരു വർക്കിന്റെ ഇടയിൽ. അങ്ങനെ പോയി ഞാൻ റാപ്പിച്ചാൻ തമ്മിൽ ഒരു സീന് മുമ്പ് വേര് എന്ന് പറഞ്ഞ സീനിൽ ചെറിയൊരു അതിലങ്ങനെ ക്യാരക്ടർ ആയിട്ട് എന്തും ഇല്ല. റോ പറഞ്ഞു വിചാരിച്ചാൽ വരാൻ പോകുന്ന വർക്കിൽ എന്തായാലും നമുക്ക് ഇത് ഉപയോഗിക്കണം ചെല്ലിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് അറേബ്യൻ ഒട്ടുപുരയിൽ വർക്ക് സ്റ്റാർട്ട് ആക്കുന്നത്. അതിന്റെ ഇടയിലാണ് റോപ്പിച്ച ഇവരെല്ലാം പരിചയപ്പെടുന്നത്. അന്നേരം അമ്മ എന്തില്ല ജലീൽ ചായിട്ട് പരിചയമില്ല. ജലീൽ ചാൻ നമുക്ക് കാസർഗോഡ് ഖത്തറിൽ ഓഫീസിൽ വെച്ചിട്ട് പരിചയപ്പെടുന്നത്. യൂസഫ് അലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂട്ടിടുന്നത് അത് ചെല്ലാൻ ആ ടാലന്റ് അവൻ അറിഞ്ഞത് കുറെ കഴിഞ്ഞിട്ടാണ്. ക്യാമറന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനൊരു അഭിനയിക്കുകയാണെന്നുള്ള ഒരു മടിയോ ഒരു അതാണ് ഉണ്ടാവേണ്ടത്. കാരണം നമ്മളൊരു ക്യാമറ ഉണ്ട്, നമ്മളെ കോൺഷ്യസ്നെസ് ആയിപ്പോ അപ്പൊ നമ്മളെ ക്യാരക്ടറേറ്റ് നമുക്ക് വരാൻ പറ്റില്ല. വേറൊരു കാര്യമുണ്ട്, ഒരു ഹൗസ് ഡ്രൈവർ ആയ ഷാഹിദ് പുത്രത്താണെങ്കിൽ ഇത്ര സപ്പോർട്ട് ചെയ്തിട്ട് ഇത്ര വർക്ക് ചെയ്യണമെങ്കിൽ ബാക്ക് സപ്പോർട്ടായിട്ട് ഇല്ല ഞാൻ ചെല്ലാല ജലീൽ ചാവും ഈ റോപ്പ് ചാവ് കൊടുക്കുന്ന സപ്പോർട്ട് ഇല്ലേ, അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ കൊടുക്കുന്ന ആ സപ്പോർട്ട് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ്. അത് ഉണ്ടെങ്കിലേ എന്താക്കാൻ പറ്റൂ. ഓനെ പോലെ ഇല്ല ഹൗസ് ഡ്രൈവർക്ക് ആ ടൈം മാറ്റി വെച്ചിട്ടെങ്കിലും ഓന്റെ ടൈമിനാണ് ഇവര് ഒരു പ്രൊഡ്യൂസർ ഏതെങ്കിലും കെട്ടിനാ പ്രൊഡ്യൂസർ പറയുന്ന ടൈമിന് ഓൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ വിചാരിച്ചാൽ ഓന്റെ ടൈം ചോദിച്ചിട്ടാണ് പ്രൊഡ്യൂസർ ആയിക്കോട്ടെ നമ്മൾ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ സപ്പോർട്ട് ആയി കൊടുക്കുന്നതിന് നാളെ ബിഗ് സ്ക്രീനിൽ ഉറപ്പിച്ച ചെല്ലിനെന്തെന്ന് ഷായി പുത്രന്റെ പേര് അത് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നീ എന്ത് കാര്യം യൂട്യൂബിൽ അടിച്ച് നോക്കി 2008-2007 കാലഘട്ടങ്ങളിലെ ആൽബം കാര്യങ്ങൾ ചെയ്തിട്ട് ഓൻ നടക്കുന്നുണ്ട്. അത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ ഷാഹിദിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം അങ്ങനെ ചെയ്യുന്ന ആളാണ്. പക്ഷെ യൂട്യൂബിൽ ഷാഹിദ് പുത്രത്താണി നടിച്ചപ്പോ ഉള്ളിന്റെ ചിലപ്പോ 10 വയസ്സ് മുതലെങ്ങാനും ഈ ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആൽബത്തില് ഹീറോ ആയിട്ട് അത് മാത്രമല്ല ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ ഹാഫ് ടൈം വരെ അതിന് എന്റർടൈൻമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷാഹിദ് പുത്രൻ തന്നെയാണ്. ബാലേന്ദ്ര മേനോന് ശേഷം ഈ ക്യാമറ എഡിറ്റ് അഭിനയം ഇങ്ങനത്തെ കുറെ കഥയെല്ലാം ഐഫോനാന്ന് പേരെടുത്തിട്ടില്ല, വേറെ ആരും അങ്ങനെ കൊടുക്കുന്നില്ല അല്ലേ. ഷാഹിദ് സാറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വെരി യങ് ഏജ് ഹീസ് സ്റ്റാർട്ടഡ് ഡൂയിങ് ഹിസ് ഡയറക്ഷൻസ്. അപ്പൊ ഡയറക്ഷൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എന്താ പറയുക, അവർ ഓഡിഷൻ ആയിട്ട് ആർക്കാ വേണ്ട ഹി വിൽ ടേക്ക് ദ ഓഡിഷൻ. ബട്ട് അതർവൈസ് ഒരാൾ ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നോക്കിയിട്ട് ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹി വിൽ ടേക്ക് ഇറ്റ് ഓൺ ക്യാമറ. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്. ആൻഡ് കമ്മിങ് ടു ദ പ്രൊഡക്ഷൻ ടീം, വൺ ഇവന്റ് നമുക്ക് ഹാൾ കിട്ടിയിട്ടില്ല. യു നോ വാട്ട് ഹി ഡിഡ്, ഇവരെ വീട്ടിൽ നമ്മൾ ഇവന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ടീം ഓവർ ഹിയർ. അപ്രീഷിയേറ്റ് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതെ, കാരണം ഈ ജലീൽ ചാൻ ഏകദേശം നോക്കിക്കോ ഓഫീസും പരിപാടി കാര്യങ്ങൾ ആ മനുഷ്യനുണ്ടല്ല ശരിക്കും പറഞ്ഞ ഓക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഓർ ഇങ്ങനെ ആയിപ്പോയില്ല. പണ്ടേ പുറത്തേക്ക് അതാണ് അങ്ങനത്തെ റോളെ കിട്ടി ഓറ ഭാഗ്യം കേട്ടാ. ക്യാമറയിൽ അഭിനയിക്കുമ്പോ ഓരോ വൈഫാടെ സൈഡിൽ സബൂറാക്കി അതുകൊണ്ടല്ല ആയോണ്ട് അറിയില്ല. നമ്മളപ്പോ ഏത് ടൈമിന് വിളിച്ചാലും ഇവർ രണ്ടാളുണ്ടാവുന്നു സെറ്റാണ്. രാത്രി 9 മണിക്ക് 10 മണിക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പിച്ച് ആടെ ഒരു സീൻ ഉണ്ട്. അന്നേരം നീ എന്താ 12 മണിയാണെങ്കിൽ ഓഫീസിൽ പോയി തുറക്കടാ, കോർണിഷില്ല ആടെ ഉണ്ട്, ആടെ റെഡിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ ഞാൻ ഷാഹിദിനെ പരിചയപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായത് ഞാൻ എന്നെ തന്നെയാണ് ഷാഹിദിൽ കണ്ടത്. കാരണം ഒരുപാട് ആളുകളെ പുതിയ ആളുകളെ
അഭിനയം എന്തെന്നറിയാത്ത ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് ഖത്തറിൽ അറിയപ്പെടുന്ന പല മേഖലയിലും അവർ എത്തിപ്പെട്ടിട്ടുണ്ട്. അതെ, ശരി. അത് അഭിനയത്തിലായാലും മറ്റുള്ള കലാരംഗത്തായാലും അവരിന്ന് പല മേഖലയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പുതിയ പേരുണ്ട്. ഓരോ മൂവി വരുമ്പോഴും ഓരോ ഷോർട്ട് ഫിലിം വരുമ്പോഴും അതിലേക്ക് പുതുമുഖങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഖത്തറില് ഹൗസ് മെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒക്കെ അങ്ങനെയുള്ള, അതായത് ഒന്നിലേക്കും ഒരിക്കലും എത്തിപ്പെടൂലെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളെ ഒരു ഓപ്പർച്യൂണിറ്റി കൈപിടിച്ചോണ്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതെ, ശരിയാണ്. അങ്ങനെ ഒരു ഞാൻ തന്നെ വിചാരിച്ചില്ല എനിക്ക് ഇതിൽ അഭിനയിക്കാൻ പറ്റുന്നു. സ്വന്തം മോനുണ്ടല്ല എഡിറ്റ് ക്യാമറ എല്ലാം പഠിച്ചിട്ടാക്കിട്ട് പേരെന്ന് രാവും പകല് കലമ്പന്നെയാണ്. ഒന്ന് എന്റെ മുകളിൽ കാണിക്കുക, എന്റെ ഒന്നും എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഷാഹിദിന്റെ എടുക്കെത്തിയ ഷാഹിദ് എന്താക്കി ഓവർ ചെയ്യേണ്ട ആസ്യം കൊതിയെല്ലാം തീർത്തു. ഇപ്പൊ എന്തില്ല, ഇപ്പൊ അടക്ക അഭിനയല്ലേ. ഏടെ നോക്കി കഴിഞ്ഞാൽ നോക്കിയാ രാത്രി വർക്കിലാണ് ഈ ചെറുകൾ ഡയലോഗ് ചെല്ലി റിലീസ് ആവുന്നത് കൂടിയിട്ട് ഖത്തറിൽ ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് പിറവി എടുക്കാൻ പോവാ. അതില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ഇച്ഛ ഇത്ര ഈസിയാണ് മനസ്സിലായത്. ഓൻ അത്രത്തോളം സംഭവം ഓന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് തീർത്തത് ശരിക്കും ഷാഹിദ്. ഇപ്പൊ ഫിറോസ് നേരത്തെ പറഞ്ഞതുപോലെ ഓന് ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവില്ലേ, ഒരു ഫസ്റ്റ് ആണ് ഓൻ ആ കലമ്പുന്ന ആ സമയത്ത് വിചാരിച്ചില്ല അത്രത്തോളം ബെറ്റർ ആക്കാനാണ്. ഒരു ഫസ്റ്റ് ടൈമിൽ ഒരാളോട് ബെറ്റർ ആക്കാണ്ട് നീ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഓന്റെ ലൈഫ് ആടെ ഫ്ലോ അയാളെ പോയില്ലേ. ഓൻ എത്രത്തോളം സ്റ്റാർട്ടിങ് ബെറ്റർ ആക്കാൻ പറ്റുന്നു, എന്നാലും ഓൻ ആവുന്നില്ലത് കൊണ്ടാണ് ഓൻ ആദ്യം തന്നെ അത് ആ സമയത്ത് മാത്രമേ ഇല്ലോട്ടാ. അതുകൊണ്ട് ആ ഒരു ഗുഡ് മേക്കിംഗ് എല്ലാം ലാസ്റ്റ് വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയും. അതെ, ശരിയാണ്. കമ്മിങ് ബാക്ക് ടു യു സർ, നിങ്ങള് ഷാഹിദ് സാറിനെ പരിചയപ്പെട്ട് ജസ്റ്റ് ആസ് എ ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഐ ആം ഷുവർ നിങ്ങളെ മോള് നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത്. ഐ നോ ഇറ്റ് വെരി വെൽ. ആൻഡ് ഷീ ഹാസ് സങ് എ സോങ് ഇൻ ദിസ് മൂവി ആസ് വെൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിംഗർ ആവാ എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. ഇവിടെ വന്നപ്പം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും ആ മേഖലയിലേക്ക് ഇപ്പൊ ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എത്താൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ മകളെ അതിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. അവൾ ഇന്നിപ്പോ ഒരു 5-8 ആൽബങ്ങളിൽ അവൾ പാടി. ഒക്കെ ഇപ്പം ഖത്തറിൽ ഒരുവിധ സ്റ്റേജുകളിൽ അവൾക്ക് പാടാൻ കഴിഞ്ഞു. ഇപ്പൊ കാസർഗോഡ് ടു ഖത്തറിൽ തന്നെ നല്ലൊരു പാട്ട് അവൾ പാടിയിട്ടുണ്ട്. ഇപ്പൊ ഷാഹിദിന്റെ ഡയറക്ഷനിൽ 2 ആൽബം ഓൾറെഡി പുറത്തിറങ്ങി. ഇനിയിപ്പോ 10 ആൽബങ്ങള് നമ്മൾ ഓൾറെഡി ഇറങ്ങാൻ നിൽക്കുന്നു. അതിന് 3 പാട്ട് പാടിയിരിക്കുന്നത് എന്റെ മകളെ. അപ്പൊ മോക്ക് ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇല്ല? ഷീ സോ ദാറ്റ് നിങ്ങളൊരു സ്വപ്നം. അവള് ചെറുപ്പം മുതലേ പാട്ടിനോട് ആശയം കൊതി ഉണ്ടാവില്ല. ഉപ്പാന്റെ ബ്ലഡിൽ കരയുണ്ടാകുമ്പോ മോക്ക് ഉണ്ടാവില്ല. ചോദിക്കലേ തിരിച്ചല്ലേ ഈ മേഖലയിലേക്ക് എന്നെ ശരിക്ക് സ്റ്റേജ് കയറ്റിയതും അതുപോലെ തന്നെ പല പരിപാടിയിലേക്ക് മുന്നിലിട്ടതൊക്കെ ഐ അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. കാരണം നൗ ഡേയ്സ് പാരന്റ്സ് പറഞ്ഞാൽ അയ്യോ നമ്മളെ സ്വപ്നം നമ്മൾ ജീവിക്കാൻ പറ്റില്ല. ദേ ഫോഴ്സ് ദ കിഡ്സ്. ആ കിഡ്സിന് ഇഷ്ടം ഉണ്ടാവില്ല ആ ഇത് ടാലന്റ് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അവർ ഫോഴ്സ് ചെയ്ത് പഠിക്കുകയും ചെയ്യും. അതിനൊരു ടാലന്റായിട്ട് ഇൻട്രസ്റ്റേ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ യു അണ്ടർസ്റ്റുഡ് ഓക്കെ മോക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ട് ആൻഡ് യു ഷോ ദ റൈറ്റ് പാത്ത്. ഈ ക്ലാസ്സിന് പോകണം, ഇത് പഠിക്കണം, ഇത് ചെയ്യണം പറഞ്ഞു ആൻഡ് യു ഗൈഡഡ് അറ്റ് ദ റൈറ്റ് വേ. അല്ല, അവള് ചെറുപ്പം മുതലേ ഈ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷെ അവള് പഠനം തുടരുന്നത് കൊണ്ട് അത് ആ ലെവലിൽ പോയി. പിന്നെ സ്കൂളിൽ അവള് സ്റ്റേറ്റിലും ജില്ലയിലും ഒക്കെ പോയി പാടിയിട്ടുണ്ട്. അപ്പൊ സ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ ഞാൻ അവളെ പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. പാട്ട് അവള് പഠിക്കാൻ പോകുന്നത് തന്നെ അവളെ SSLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ്. അതിന്റെ ശേഷം 2-3 ആൽബങ്ങൾ ചെയ്തു. അപ്പൊ സ്വന്തം മോള് നിങ്ങളെ സ്വപ്നം നിങ്ങളെ ആ സ്റ്റേജിൽ കണ്ടു. പക്ഷെ എന്റെ മോള് വാവ് what amazing, you would have felt proud അല്ലേ? എന്തിപ്പോ ഇവിടെ ബോളത്തി പറയുന്നത് സ്വന്തം മോള് ഏടോ ഉയരങ്ങളെത്തും സ്വന്തം ബാപ്പാലാണ് പിന്നെ ആര് പറയുന്നത് ആയിരോതിയില്ല ആങ്ങളെ വന്നിട്ടില്ല. കുറിച്ച് എന്റെ ഒരു കാഴ്ചപ്പാട്, ഇപ്പൊ മകളുടെ കാര്യം പറഞ്ഞു. ഒരു കലാകാരനായി വളരാൻ ആഗ്രഹിച്ചു, പക്ഷെ എത്തിയില്ല. അത് സാഹചര്യമാണ്, ജീവിത സാഹചര്യങ്ങളാണ്. പക്ഷെ മകളെ ആ നിലയിലേക്ക് ഉയർത്തി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നല്ലൊരു ഓർഗനൈസറാണ്. ഒരുപാട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒത്തിരി കലാകാരന്മാരെ, അതായത് ഉള്ളിൽ കലയുണ്ട് പക്ഷെ അവർക്ക് അവസരങ്ങളില്ല, അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുവന്ന് അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല വരുമ്പോ ഒരു ക്യാമറ എടുത്തിട്ടാ വരല്. അത് ഒരു മൂലക്ക് പാട്ട് കേൾക്കും, ആൾക്കാർ ഫോട്ടോ എടുക്കും. ഒരു ടാലന്റ് മനസ്സിലാക്കണമെങ്കിൽ അതിന് റെസ്പെക്ട് ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ടാലന്റ് യു ഹാവ് ഇറ്റ്. അങ്ങനെയാണ് ഒരു സപ്പോർട്ടീവ് ആയിട്ട് വരുന്നത് ഫ്രം യു. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ പാടാനുള്ള അവസരങ്ങൾ ചോദിച്ചാൽ പലയിടത്തും പോയിട്ടുണ്ട്. എനിക്ക് പാടാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് അവസരം കിട്ടിയതിന് ശേഷം ഇതുപോലെ അവസരം കിട്ടാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പാട്ടുത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കണ്ടന്റ് ചെയ്തിട്ട് അതിലേക്ക് ഖത്തറിൽ നിന്ന് പാടാൻ കഴിവുള്ള ആളുകളെ ക്ഷണിച്ചു. 100-125 ആളുകളോടെ നമുക്ക് എൻട്രി വന്നു. അതിന് നമ്മൾ ഓഡീഷൻ ചെയ്ത് 50 ആളുകളെ നമ്മൾ അതിന് തെരഞ്ഞെടുത്ത് ഈ 50 ആളുകളെ ICC വെച്ചൊരു പ്രോഗ്രാം നടത്തി
അവര് ഇന്ന് ഖത്തറിൽ അറിയപ്പെടുന്ന പല സിംഗേഴ്സും അതിനകത്ത് കണ്ട അങ്ങനെ അത് കണ്ട ചെയ്യാൻ കട പറ്റുന്ന കാര്യപ്പെട്ട പല എന്റെ ഐറ്റംസ് ഏറ്റവും ഉപ്പച്ചാർ വലിയൊരു കയ്യിലുണ്ട്. അഭിമാനമായിട്ടാണ്. ഇന്നിപ്പോ ക്യൂ മെലഡിയ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഞാൻ അഡ്മിനായിട്ടുണ്ട്. കണ്ണൂർ ഗ്യാങ് ആയിട്ടല്ലേ ക്യൂ മെലഡിയ ക്യൂ മെലഡി. ആ കറക്റ്റ് 200ഓളം ഖത്തറിലെ സിംഗേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ്. അത് നിങ്ങളുടെ ഗ്രൂപ്പാണ് അല്ലേ സർ? ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ വലിയ പെരുന്നാൾ നമ്മൾ വലിയൊരു പ്രോഗ്രാം ICC നടത്താൻ പോണ്. നമ്മുടെ ഫിറോസ് നാദാപുരം ഖത്തറിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇതിലാണ് നമ്മൾ ആ പ്രോഗ്രാം. ഉപ്പച്ചാൻ ജലീൽ ചാന്റെ അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത 10ഓളം പാട്ടുകൾ അന്ന് അവിടെ റിലീസ് ആവാണ്. Oh nice, congratulations, wishing you all the very best in advance. അംഗങ്ങളാണ് പാടിയിട്ടുള്ളത്, അതിലുള്ള സിംഗേഴ്സാണ് പാടിയിട്ടുള്ളത്. അത് കോർഡിനേറ്റ് ചെയ്യുന്നത് റാഫിയാണ്. ഡയറക്ടർ ജലീലാണ്. അടിപൊളി. എനിക്ക് കട കാര്യമാക്കപ്പെട്ട എന്തെല്ലാം കാണാനുണ്ട്. നിനക്ക് പാട്ടൊക്കെ പാടില്ല, നീ പോയിട്ട് എന്തെങ്കിലും കോമന്റ് ചെയ്തു. നമ്മുടെ ഇച്ച കാസർഗോഡ് ഇച്ച പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അല്ല ഓളാമ ഇത്ര നേരം സബൂറാക്കിട്ട് നമ്മ പോയി സഹിച്ചിട്ടേ അതൊന്നും എന്തായാലും ആകുന്നില്ലല്ലോ. ഞാൻ ചോദിക്കാൻ കാര്യം, ഞാൻ ഇച്ച സംസാരിക്കുമ്പോ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. എന്താണെന്നറിയോ, മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. കാരണം കാസർഗോഡ് ലാംഗ്വേജ് ആണ്, ആ ഒരു സ്ലാങ് ആണ്. പക്ഷെ ഇച്ച പാട്ട് പാടുമ്പോ കാസർഗോഡ് ലാംഗ്വേജ് വരാറില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതെ, that I've noticed it. കഴിഞ്ഞ ഒരു പ്രോഗ്രാമിന് നിങ്ങൾ തന്നെ കോർഡിനേറ്റ് ചെയ്ത പ്രോഗ്രാമാണ് നമ്മുടെ അമാനന്ദ വടക്കങ്കര സാറിന്റെ പ്രോഗ്രാം. ലാസ്റ്റ് ഇച്ച വന്നിട്ട് ഒരു പാട്ട് പാടി. ഞാൻ ഞെട്ടിപ്പോ, ഞാൻ വിചാരിച്ചത് എന്താ റെക്കോർഡ് ഇട്ടിരിക്കുകയാണോ, പിന്നെ നോക്കുമ്പോ ഇച്ച നിന്ന് പാടുക. അപ്പൊ പാട്ടുകാരനും കൂടെയാണ്. അത് that's the true what we say is a respect that we show to the song. കാരണം the singer, original singer, how he sang, അതേപോലെ നമ്മൾ അതിന്റെ ഇവരപ്പുറം കൂടിയിട്ട് എങ്ങനെ ആയതാണ്. ഇവരെല്ലാം പാട്ട് പാടും, അന്നേരം അമ്മേന്റെ പുറം പാടും. അതൊരു ജോർ ബാർ മജയാക്കലല്ല. റോബിച്ചാന്റെ പാട്ട് കേട്ടിനാ? ഇല്ല. അല്ല ജലീൽ ചാന്റെ പാട്ട് കേട്ടില്ല? അതിലെ കേൾക്കണം. അങ്ങനെ ഒരു പാട്ട് പാടി നോക്കുന്നുണ്ട്. എല്ലാവരും എല്ലാ പാട്ടും പാടില്ല. അങ്ങനെ പാട്ട് പാടിയിട്ട് മാക്കി ഒന്നാണ് ക്യാമറന്റെ ബാക്കിൽ ഇരുന്നിട്ട് നോക്കുന്നത്. അത് കഥ പറയുന്നുണ്ട്. സൈലന്റ്. അതുകൊണ്ട് അതിന് ഒരുപാട് കയ്യില് കുറെ ആൾക്കാർ കഥ എനിക്ക് കേൾക്കാനുണ്ട്. ഇതിനൊന്നും അറിയായിട്ടില്ല അല്ലെ, ഇതെന്തെല്ലാം കാണാനാനുണ്ട്. ഒരുപാട് കഥ എഴുതുന്ന ആളാട്ടോ. കഥ എഴുതും. അപ്പൊ നെക്സ്റ്റ് മൂവി വി കാൻ എക്സ്പെക്ട് സം സ്റ്റോറി ഫ്രം യു. ഇപ്പൊ ഇതിന്റെ ശേഷം വില്ല പാർട്ടിഷൻ എന്നൊരു സാധനം മെയിൻ ആയിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ 4-5 ഷാഹിദ് റാണി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ OTT-യിലേക്ക് 3-4 കഥകൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ ഷാഹിദ് പുത്തനത്താണി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുത്തനത്താണി എന്ന് പറഞ്ഞാൽ എന്തെന്ന് എനിക്ക് അന്നൊക്കെ തിരിഞ്ഞാ അതിന്റെ meaning I have to ask Shahid sir only. So നമ്മളെ കഥകളൊക്കെ ഇവൻ നടന്നുകൊണ്ട് നിൽക്കും. So wishing them all the very best, each and everybody. So this is Kasaragod to Qatar. This movie is getting released 15th of this month. Please do come and join us, the team. Wishing this team all the very best. And this is Remy signing off for today. Bye.